നമസ്കാരം. വെപ്പൺസ് ഒരു ഇംഗ്ലീഷ് ഹൊറർ മിസ്റ്ററി ത്രില്ലറാണ്. വളരെ കൗതുകം നിറഞ്ഞൊരു കഥയാണ്. അതോടൊപ്പം തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു മേക്കിങ്ങുമാണ്. നോർമലി നമ്മൾ ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവിയിലൊക്കെ കാണുന്നൊരു സ്റ്റൈൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് അല്ല. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഹൊറർ ത്രില്ലർ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു നോർമൽ ഫീലിന് അപ്പുറത്തേക്ക് ഒരു ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു ഫിലിം മേക്കിംഗ് കൂടെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ സ്റ്റോറി തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു വൺ ലൈൻ ത്രെഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഫീൽ തോന്നും. പെൻസിൽവാനിയയിൽ ഒരു 17ഓളം കുട്ടികൾ, ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന 17ഓളം കുട്ടികളെ ഒരു അർദ്ധരാത്രി കാണാതാവുന്നു. അർദ്ധരാത്രി എന്ന് പറയുമ്പം കൃത്യം 2 മണി കഴിഞ്ഞ് 17 മിനിറ്റിലാണ് അവരെ കാണാതാവുന്നത്. അപ്പോൾ അതിനെ തുടർന്നുള്ള അന്വേഷണവും അതുമായി ബന്ധപ്പെട്ടുള്ള മിസ്റ്ററി ഫീലും ഒക്കെയാണ് ഈ സിനിമയിൽ ആകെനീളം പറയുന്നത്. അപ്പം പ്രത്യേകിച്ച് അതിൽ ആ കുട്ടികളെ മിസ്സായി കഴിഞ്ഞിട്ട് പിന്നെയാണ് ഈ സിനിമ കഥ തുടങ്ങുന്നത്. ആ ക്ലാസ് റൂമിൻ്റെ എന്താ പറയുക, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആകെ 18 കുട്ടികളാണ് ആ ക്ലാസ്സിലുള്ളത്. അതിൽ 17 കുട്ടികളെ മിസ്സായി. പക്ഷേ പിറ്റേ ദിവസം ആ ക്ലാസ്സിൽ ഒരു കുട്ടി മാത്രമാണ് വരുന്നത്. ആ കുട്ടിയുടെ പേര് അലക്സ് എന്നാണ്. സോ അലക്സ് ഈ സിനിമയിലെ ഒരു കേന്ദ്ര കഥാപാത്രം എന്ന് തന്നെ പറയാം. ഒരു ക്ലാസ്സിൽ നിന്നുമാണ് 17 കുട്ടികൾ മിസ്സാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്ലാസ്സിൻ്റെ ടീച്ചർക്ക് അതിലൊരു ഉത്തരവാദിത്തം വരുമല്ലോ. മറ്റെല്ലാ ക്ലാസ്സിലും എല്ലാ കുട്ടികളും വരുന്നു, വേറെ കുട്ടികൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ക്ലാസ്സിൻ്റെ ട്യൂട്ടറായിട്ടുള്ള ജസ്റ്റിൻ എന്ന് പറയുന്ന ടീച്ചർക്കെതിരെ പാരൻസും അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റും നാട്ടുകാരും ഒക്കെ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കാരണം അതുപോലെ തന്നെ പോലീസുകാരൊക്കെ അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അത് നോർമലി എന്താ പറയുക, പോസിബിളായിട്ടൊരു കാര്യമാണ്. കാരണം ആ ക്ലാസ്സിൽ മാത്രമാണ് കുട്ടികൾ മിസ്സാവുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ വല്ലാതെ ഒരു ട്രോമയിലേക്കൊക്കെ പോവുകയും ഭയങ്കരമായിട്ട് എന്താ പറയുക ഇഷ്യൂസ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ പിന്നീട് ആ ടീച്ചർ തന്നെ ഇതിൻ്റെ പിറകിൽ എന്താണ് നടന്നിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ മിസ്സായിട്ടുള്ളത്, എങ്ങനെയാണ് മിസ്സാവുന്നത് എന്നൊക്കെ ഇവർ തന്നെ അന്വേഷിക്കാനായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ത്രെഡും അതുപോലെ ഈ സിനിമയുടെ കഥയൊക്കെ ഭയങ്കര എൻഗേജിങ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ ഈ സിനിമയുടെ മേക്കിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതി ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആണ്. യൂഷ്വലി ഒരു ഇംഗ്ലീഷ് ഹൊറർ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള പരിപാടികൾ ഇതിലില്ല. അത് തീർത്തും വ്യത്യസ്തമായിട്ട് ഈ സിനിമയിൽ അല്ലെങ്കിൽ ഈ കഥയിലെ കുറേ ആളുകളുടെ സ്റ്റോറിയാണ് ഇതിലൂടെ പറയുന്നത്. അല്ലെങ്കിൽ കുറേ ആളുകളുടെ ഒരു ലൈഫ് ഇങ്ങനെ കാണിച്ചിട്ട് പിന്നീട് അതിനൊരു സെൻട്രൽ പോയിന്റിലേക്ക് എത്തിച്ചിട്ടുള്ള പരിപാടിയാണ്. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് പരിപാടി. പിന്നെ ഒരു ഹൊറർ മോഡിലാണ് ഈ സിനിമ ഉള്ളത്. സ്റ്റാർട്ട് ടു എൻഡ് ഒരു ഹൊറർ മിസ്റ്ററി ഫീൽ കീപ്പ് ചെയ്തിട്ടാണ് ഈ സിനിമ പോകുന്നത്. അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ തീർത്തും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫീലാണ് നൽകിയത്. അതുപോലെ ഇതിലെങ്ങനെ തല പോയിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ടതായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിക്കാണ് കഥ പറയുന്നത്. സാക് ഗ്രഗറാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നതും. അപ്പോൾ നിങ്ങളൊരു നല്ല ഹൊറർ സിനിമ കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന വളരെ എന്താ പറയുക നല്ല രീതിയിലുള്ള ഒരു ഹൊറർ സിനിമ തന്നെയാണ് വെപ്പൺസ്. എന്നെ സംബന്ധിച്ച് വെപ്പൺ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറാണ് ഈ സിനിമ ഉള്ളത്. പൊതുവെ നമുക്കറിയാം ഇംഗ്ലീഷ് സിനിമകളൊക്കെ ലെങ്ത്ത് വളരെ കുറവായിരിക്കും. അതുപോലെ ഈ സിനിമ 2 മണിക്കൂർ തന്നെയാണ് കഥ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹൊറർ സിനിമ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരിക്കും.